ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഗുജറാത്തിൽ നിന്നുള്ള ഒരു നാടോടി കഥയാണ്, മേന ഗുർജാരിയുടെ കഥ. അപ്പോൾ കഥ പറയട്ടെ. മേന ഗുർജാരി ഗുർജാർ വംശത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ സൗന്ദര്യം പേര് കേട്ടതായിരുന്നു. അതീവ സുന്ദരിയായിരുന്നു മേന ഗുർജാരി. മേരുഭ എന്ന് പറയുന്ന ഒരാളുടെ മകളായിട്ടാണ് അവൾ ജനിച്ചത്. മേന ഗുർജാരി പതുക്കെ പതുക്കെ വളർന്നു വരുമ്പോൾ അവളുടെ സൗന്ദര്യത്തെപ്പറ്റിയുള്ള വാർത്തയും വളർന്നു വന്നു. അവളെ വിവാഹം കഴിക്കാൻ ഗ്രാമത്തിലെ ചെറുപ്പക്കാരെല്ലാവരും മോഹിച്ചു. അപ്പോൾ ഇടയന്മാരുടെ ഗോത്രത്തിലെ, എൻ്റെ പേര് ഗന്ധഗോകുൽ എന്നായിരുന്നു, ഈ ഗന്ധഗോകുലിലെ ഗോത്രത്തലവൻ്റെ മകനായ ചന്ദാജി താക്കൂറുമായിട്ട് അവളുടെ വിവാഹം നടന്നു. അവളുടെ ഭർത്താവിനൊരു അനിയനുണ്ടായിരുന്നു, ഹിരിയോ എന്നായിരുന്നു ഈ അനുജൻ്റെ പേര്. ഈ അനുജനുമായിട്ട് വിവാഹം കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും ഈ മേന ഗുർജാരിക്ക് നല്ലൊരു സൗഹൃദം ഉണ്ടായി. അങ്ങനെ ഈ അനുജനുമായിട്ട് കൂട്ടുകൂടി തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അവൾ സന്തോഷത്തോടെ കഴിഞ്ഞു. ആ ഗ്രാമം വളരെ മനോഹരമായൊരു ഗ്രാമമായിരുന്നു. തൊട്ടടുത്ത വീടുകളിലൊക്കെ ധാരാളം പെൺകുട്ടികളുണ്ട്. അവരുമായിട്ടൊക്കെ മേന കൂട്ടുകൂടി. അവരുമായിട്ടൊക്കെ ഒന്നിച്ചു ചേർന്നാണ് അവൾ വെള്ളമെടുക്കാൻ കിണറിൻ്റെ കരയിലേക്ക് പോകാറുണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കൽ ഇവർ കിണറ്റുകരയിൽ വെള്ളം കോരാൻ പോയ സമയത്ത് ഡൽഹിയിലെ സുൽത്താൻ്റെ മകനായ രാജകുമാരൻ വലിയൊരു സൈന്യവുമായിട്ട് ഇവരുടെ ഗ്രാമത്തിനടുത്തുള്ളൊരു മൈതാനത്ത് വന്ന് തമ്പടിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു. എല്ലാവരും ഈ മൈതാനത്ത് കാണുന്ന കാഴ്ചകളെപ്പറ്റി പറയാൻ തുടങ്ങി. അവിടുത്തെ കൂടാരങ്ങളുടെ ഭംഗിയെപ്പറ്റി, അവിടുത്തെ സൗകര്യങ്ങളെപ്പറ്റി, അവിടെയുള്ള കുതിരകളെപ്പറ്റി, കഴുതകളെപ്പറ്റി, ഒട്ടകങ്ങളെപ്പറ്റി ഒക്കെ ആൾക്കാർ സംസാരിച്ചു. അപ്പോൾ ഇത് കേട്ട ഈ പെൺകുട്ടികൾക്കെല്ലാവർക്കും അവിടെ പോയി ഇത് കാണണം എന്ന ആഗ്രഹം തോന്നി. ഒപ്പം ഉണ്ടായിരുന്ന മേനയ്ക്കും ഇതേ ആഗ്രഹം ഉണ്ടായി. അങ്ങനെ മേന തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നിട്ട് അമ്മായി അമ്മയോട് താനും കൂടി കൂട്ടുകാർക്കൊപ്പം ഈ സൈനിക താവളം കാണാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അവരതിനകത്തേക്കൊന്നും പോവുകയില്ല, ദൂരെ എവിടെങ്ങളിൽ നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്നാണ് പറഞ്ഞത്. പക്ഷേ അമ്മായി അമ്മ സമ്മതിച്ചില്ല. തൻ്റെ മരുമകളുടെ സൗന്ദര്യം അവരെ പേടിപ്പെടുത്തി. ഈ ഡൽഹിയിലെ രാജകുമാരൻ, മുഗൾ രാജകുമാരൻ ഒരു ദുഷ്ടനാണെന്നും അവൻ ഇവളെ കണ്ടാൽ പിടിച്ചുകൊണ്ട് പോകുമെന്നും അവർ പേടിച്ചു. എന്നാൽ മേന പിന്നെയും നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, മോളെ, നീ വളരെ സുന്ദരിയാണ്. നിന്നെപ്പോലെ സൗന്ദര്യമുള്ള പെൺകുട്ടി ഈ ഗ്രാമത്തിലെങ്ങും ഇല്ല. നിന്നെ കണ്ടാൽ തന്നെ ആ രാജകുമാരൻ പിടിച്ചുകൊണ്ട് പോകും. അഥവാ നിനക്ക് അവിടുന്ന് പരിക്കൊന്നുമില്ല തിരിച്ചു വരാൻ പറ്റിയാൽ പോലും നിന്നെ ഇനി ഇങ്ങോട്ട് ആരും സ്വീകരിക്കുകയില്ല. നീ ഒരു മോശപ്പെട്ട പെൺകുട്ടിയാണ് എന്നെല്ലാവരും പറയുകയും നിന്നെ ഈ നാട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കുകയും ചെയ്യും. ഞങ്ങൾക്കും അത് നാണക്കേടാകും. അതുകൊണ്ട് നീ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഭർത്താവിന് 2-3 സഹോദരിമാരുണ്ടായിരുന്നു. ഈ സഹോദരിമാർ ഇവളോട് പറഞ്ഞു, പോകണ്ട, അമ്മ പറയുന്നത് കേൾക്കൂ. പക്ഷെ മേനയ്ക്ക് അവിടെ പോയി ഇതെല്ലാം കാണണം. അവൾ പറഞ്ഞു, ഞാനൊരു കാലത്ത് രാജ്ഞിയാവില്ല എന്ന് ആര് കണ്ടു? ഒരു രാജ്ഞിയാവുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് എനിക്കൊന്ന് കണ്ട് മനസ്സിലാക്കണ്ടേ. ഞാനൊന്ന് പോയിട്ട് വേഗം വരാം. ഞാൻ അവരുടെ ഒന്നും മുന്നിൽ പോകാനേ പോകുന്നില്ല. അപ്പോഴും അമ്മായിയമ്മ പറഞ്ഞു, പോവരുത്, അബദ്ധമാണ്, അപകടമാണ്. പക്ഷെ മേന കേട്ടില്ല. മേന പറഞ്ഞു, ഞാനൊരു ദൈവവിശ്വാസിയാണ്, ഞാനൊരു ഭക്തയാണ്. ദൈവം എന്നെ കാത്തുകൊള്ളും. എൻ്റെ അഭിമാനവും എൻ്റെ സുരക്ഷിതത്വവും ഞാൻ ദൈവത്തിൻ്റെ കൈകളിലാണ് ഏൽപ്പിക്കുന്നത്. ഒരു സുൽത്താനും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് മേന പോകാൻ ഒരുങ്ങി. ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം എടുത്തണിഞ്ഞു, ഏറ്റവും നല്ല മുത്തുമാലകൾ എടുത്തണിഞ്ഞു, വെള്ളിയുടെ മോതിരങ്ങൾ എല്ലാ വിരലുകളിലും അണിഞ്ഞു, കാലിൽ നല്ല പാദസരം അണിഞ്ഞു. എന്നിട്ട് അവൾ തൻ്റെ തലയിൽ 4 കുടങ്ങൾ ഒന്നിനു മുകളിലായിട്ട് എടുത്തു വെച്ചു. ചുവന്ന നിറമുള്ള നല്ല ഭംഗിയുള്ള കുടങ്ങൾ. ഏറ്റവും അടിയിലെ കുടത്തിൽ പാലും അതിന് മുകളിലുള്ള 3 കുടങ്ങളിൽ തൈരുമായിരുന്നു. അങ്ങനെ ഈ പാലും തൈരും കൊണ്ട് അവൾ ഈ പട്ടാള ക്യാമ്പിലേക്ക് പോയി. അതീവ സുന്ദരിയായ ഈ പെൺകുട്ടി ഈ പാലും തൈരും വിൽക്കാൻ വേണ്ടിയിട്ട് ഈ പട്ടാള ക്യാമ്പിലേക്ക് ചെന്നപ്പോഴേക്കും പട്ടാളക്കാർക്ക് അവളിൽ നിന്ന് കണ്ണെടുക്കാനേ പറ്റിയില്ല. അവരെല്ലാവരും അവളെ നോക്കി നിന്നുപോയി. അവളാണെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ചുറ്റും നടക്കുകയും ചെയ്തു. അതിസുന്ദരിയായ ഒരു തൈര് വിൽപ്പനക്കാരി തങ്ങളുടെ താവളത്തിൽ വന്നു എന്ന വിവരം രാജകുമാരൻ അറിഞ്ഞു. മുഗൾ രാജകുമാരൻ അദ്ദേഹം അവളെ കാണാൻ വേണ്ടി എത്തി. അവളെ കണ്ടതും അദ്ദേഹം വല്ലാതെ അത്ഭുതപ്പെട്ടു, ഭ്രമിച്ചുപോയി. ഇത്രയധികം സൗന്ദര്യം അദ്ദേഹം കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവളുടെ അടുത്ത് എന്ന് പറഞ്ഞു, അല്ലയോ സുന്ദരി, നീ എന്തിനാണ് ഇങ്ങനെ പാൽക്കുടവും തലയിൽ വെച്ച് നടക്കുന്നത്? നീ എൻ്റെ കൂടാരത്തിലേക്ക് വരൂ. നിനക്ക് അവിടെ രാജകീയ സുഖങ്ങൾ അനുഭവിച്ച് കഴിയാൻ ഞാൻ നിന്നെ വിവാഹം കഴിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുപോകാം. അവൾ പറഞ്ഞു, എനിക്ക് കൊട്ടാരവും വേണ്ട, സ്വത്തും വേണ്ട, എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കുകയും വേണ്ട. ഞാൻ ഇവിടെ ഒന്ന് കാണാൻ വന്നതാണ്, കണ്ടിട്ട് ഞാൻ തിരിച്ചു പോകും. അപ്പോൾ രാജകുമാരൻ ചോദിച്ചു, ഒരു മുഗൾ രാജകുമാരൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കൂസലില്ലാതെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു?
നീ ഒരു ഗുജ്ജർ സ്ത്രീയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പാലും തൈരും വിൽക്കുന്നവരാണെന്ന് എനിക്കറിയാം. പാലും തൈരും വിറ്റിട്ട് നിനക്ക് എന്ത് പണം കിട്ടാനാണ്? നോക്കൂ, നിൻ്റെ ആഭരണങ്ങൾ മുത്തും വെള്ളിയും കൊണ്ട് നിർമ്മിച്ചതാണ്. എൻ്റെ കൂടെ വന്നാൽ ഞാൻ നിനക്ക് കഴുത്തും കാതും കയ്യും നിറയെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് തരാം. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ മുത്തും വെള്ളിയും മതി എനിക്ക്. ഇതുകൊണ്ട് തന്നെ ഞാൻ സുന്ദരിയാണെന്ന് എനിക്കറിയാം. സ്വർണം എനിക്ക് ആവശ്യമേ ഇല്ല. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, നീ എന്തിനാണ് ഇത്ര വില കുറഞ്ഞ വസ്ത്രം ഇട്ടിരിക്കുന്നത്? നീ എൻ്റെ കൂടെ വരും, ഞാൻ നിനക്ക് പട്ട് വസ്ത്രങ്ങൾ തരാം. മേന പറഞ്ഞു, എനിക്ക് പട്ട് വസ്ത്രങ്ങൾ വേണ്ട. ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രങ്ങൾ തന്നെ എനിക്ക് ധാരാളമാണ്. എനിക്കിത് സന്തോഷം തരുന്നുണ്ട്. രാജകുമാരൻ പറഞ്ഞു, നീ എൻ്റെ താവളത്തിലേക്ക് നോക്കൂ. ഞങ്ങൾക്ക് എത്ര ആനകളും എത്ര കുതിരകളും എത്ര ഒട്ടകങ്ങളുമാണുള്ളത് എന്ന് കണ്ടോ. നിൻ്റെ മനോഹരമായ പാദങ്ങൾ കൊണ്ട് നിനക്ക് ഈ മണ്ണിലൂടെ ഇനി നടക്കേണ്ടിയേ വരില്ല. നീ എൻ്റെ കൂടെ പോരൂ. അവൾ പറഞ്ഞു, എനിക്ക് നടക്കുന്നത് ഇഷ്ടമാണ്. മാത്രമല്ല, ഞങ്ങൾക്ക് ആനകളല്ല വേണ്ടത്, ഞങ്ങൾക്ക് എരുമകളും പശുക്കളുമാണുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ താവളത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം എരുമകളും പശുക്കളുമുണ്ട്. ഞങ്ങൾക്കത് മതി. ഞങ്ങൾക്ക് ആനകളെ വേണ്ട. രാജകുമാരൻ പറഞ്ഞു, നിൻ്റെ ഭർത്താവ് ഒരു ആട്ടിടയനല്ലേ? ഒരു ആട്ടിടയൻ വെയിലത്തും മഴയത്തും അലഞ്ഞു നടന്ന് സൗന്ദര്യമില്ലാത്ത ഒരാളായിരിക്കുമല്ലോ. നീ എൻ്റെ കൂടെ വരൂ, ഞാൻ എത്ര സുന്ദരനാണ് എന്ന് നീ കണ്ടോ. അപ്പോൾ മേന പറഞ്ഞു, എനിക്ക് സൗന്ദര്യമൊന്നും ആവശ്യമില്ല. എൻ്റെ ഭർത്താവിന് എത്ര സൗന്ദര്യമുണ്ടോ അതുകൊണ്ട് ഞാൻ സംതൃപ്തയാണ്. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, എനിക്ക് 1600 ഭാര്യമാരുണ്ട്. അവരെല്ലാവരും സുന്ദരിമാരാണ്. പക്ഷേ അവരെക്കാളും സുന്ദരിയായ നിനക്ക് അവരെ അത്രയും അടക്കി ഭരിക്കാൻ പറ്റും. നീ എൻ്റെ കൂടെ പോരൂ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കെന്തിനാണ് 1600 വേലക്കാർ? എൻ്റെ വീട്ടിൽ എനിക്കൊരു ജോലിക്കാരിയുണ്ട്. അവർ എനിക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം കോരിത്തരികയും എൻ്റെ വീട്ടിലെ ജോലികൾ ചെയ്യുകയൊക്കെ ചെയ്യും. എനിക്ക് അതിൽ കൂടുതൽ ജോലിക്കാരിയൊന്നും വേണ്ട. രാജകുമാരൻ ചോദിച്ചു, നീ എൻ്റെ മീശ കണ്ടോ? എത്ര സുന്ദരമായ മീശയാണ് എൻ്റേത്. ഇത് കണ്ട് എത്ര സ്ത്രീകളാണെന്നോ എന്നെ അഭിനന്ദിച്ചിട്ടുള്ളത്. അപ്പോൾ മേന പറഞ്ഞു, ഈ മീശ കണ്ടിട്ട് എനിക്കൊന്നും തോന്നില്ല. ഞങ്ങളുടെ ആടിൻ്റെ വാല് ഇതുപോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ദേഷ്യപ്പെട്ട രാജകുമാരൻ ചോദിച്ചു, നിൻ്റെ ഭർത്താവിൻ്റെ വീട് എവിടെയാണ്? നിൻ്റെ ഭർത്താവിൻ്റെ പേരെന്താണ്? അവൾ പറഞ്ഞു, ഗന്ധഗോകുലിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ചന്ദാജി താക്കൂർ എന്നാണ്. നിൻ്റെ പേരെന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചു. എൻ്റെ പേര് മേന ഗുർജാരി എന്നാണ് അവൾ പറഞ്ഞു. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ രാജകുമാരൻ മേനയോട് ചോദിച്ചെങ്കിലും അതിനെല്ലാം വളരെ ധിക്കാരപരമായിട്ടും ബഹുമാനമില്ലാതെയുമാണ് മേന സംസാരിച്ചത്. താൻ ഒരു കാരണവശാലും ഇത്തരത്തിലൊരാൾക്ക് വഴങ്ങുന്നവളല്ല എന്ന് തൻ്റെ സംസാരത്തിലൂടെ മേന ഈ രാജകുമാരന് കാണിച്ചു കൊടുത്തു. അവസാനം ഈ രാജകുമാരന് വല്ലാത്ത ദേഷ്യം വന്നു. രാജകുമാരൻ പറഞ്ഞു, നീ എന്നോട് ഇത്ര ധിക്കാരപരമായി സംസാരിച്ചതുകൊണ്ട് ഞാൻ നിന്നെ തടവിലാക്കും. മേന പറഞ്ഞു, നിങ്ങൾ എന്നെ തടവിലാക്കുകയാണെങ്കിൽ എൻ്റെ പിന്നിൽ 9 ലക്ഷം ഗുജ്ജാറുകളുണ്ട്. അവർ വന്ന് നിങ്ങളെ നാണം കെടുത്തി ഇവിടുന്ന് ഓടിക്കും. അപ്പോൾ രാജകുമാരൻ ചോദിച്ചു, ഇങ്ങനെയാണോ നീ ഒരു രാജകുമാരനോട് സംസാരിക്കേണ്ടത്? നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ തടവിലാക്കുകയാണ്. നിന്നെ രക്ഷിക്കാൻ ഏത് ഗുജ്ജാറാണ് വരുന്നത് എന്ന് ഞാനൊന്ന് കാണട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ രാജകുമാരൻ അപ്പോൾ തന്നെ മേന ഗുർജാരിയെ തടവിലാക്കി. മേനയ്ക്ക് വല്ലാത്ത പശ്ചാത്താപം തോന്നി. പോകരുത് എന്ന അമ്മായിയമ്മ പലതവണ പറഞ്ഞതാണ്. താനാണ് കേൾക്കാതെ വന്നത്. രാജകുമാരൻ്റെ മുന്നിൽ ചെന്ന് പെടരുത് എന്ന് അമ്മായിയമ്മ പറഞ്ഞതാണ്. താനാണ് പാൽക്കുടവും എടുത്തുകൊണ്ട് ഈ പട്ടാളത്താവളത്തിലൂടെ നടന്ന് ഇദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്ന് പെട്ടത്. അദ്ദേഹത്തിനോട് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി പോകാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനോട് ധിക്കാരപരമായി സംസാരിച്ച് പിണങ്ങാനിടയാക്കിയതും താൻ തന്നെയാണ്. പക്ഷെ അപ്പോൾ അവൾ വിചാരിച്ചു, താൻ അങ്ങനെയല്ല, വിധേയത്വത്തോടെ ബഹുമാനത്തോടെയാണ് സംസാരിച്ചിരുന്നതെങ്കിൽ കാര്യങ്ങൾക്ക് മാറ്റം വരാൻ പോകുമായിരുന്നില്ല. ഇയാൾ തന്നെ തടവിലാക്കുക തന്നെ ചെയ്യുമായിരുന്നു. എന്തായാലും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് തീരുമാനിച്ച അവൾ അങ്ങനെ നോക്കുമ്പോൾ ബ്രാഹ്മണനായ ഒരു പാചകക്കാരനെ കൂടി അവിടെ തടവിലിട്ടിരിക്കുന്നത് കണ്ടു. അയാളെ കുറച്ച് ദിവസമായിട്ട് തടവിലിട്ടിരിക്കുകയാണെന്നും അടുത്ത ദിവസം പുറത്തു വിടുമെന്നും ഈ പാചകക്കാരൻ മേനയോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ താൻ തരുന്ന കത്ത് തൻ്റെ ഭർത്താവിൻ്റെ അനുജന് കൊണ്ട് കൊടുക്കണം എന്ന് മേന പറഞ്ഞു. അങ്ങനെ മേന ഒരു കത്ത് എഴുതിയിട്ട് തൻ്റെ ഭർത്താവിൻ്റെ അനുജനും തൻ്റെ സുഹൃത്തുമായ ഹിരിയോയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രാഹ്മണൻ്റെ കയ്യിൽ കൊടുത്തു. അടുത്ത ദിവസം ജയിലിൽ നിന്ന് വിമോചിതനായ ഈ ബ്രാഹ്മണൻ ഹിരിയോയെ കാണുകയും മേന കൊടുത്തുവിട്ട കത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠത്തി അമ്മ സുൽത്താൻ്റെ തടവിലാണ് എന്ന് മനസ്സിലാക്കിയ ഹിരിയോ തൻ്റെ സമൂഹത്തിലെ എല്ലാ ഗുജ്ജാറുകളെയും വിളിച്ചുകൂട്ടി. അവർ ലക്ഷക്കണക്കിന് പേരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി മേനയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സുൽത്താൻ്റെ സൈനിക താവളത്തിലേക്ക് പടനയിച്ചു. ഘോരമായൊരു യുദ്ധം ഡൽഹിയിലെ സുൽത്താനുമായിട്ട് അവിടെ നടന്നു. മുഗൾ സൈന്യം പേടിച്ചോടി. യുദ്ധം നയിച്ചിരുന്ന ഹിരിയോയും ചന്ദാജി താക്കൂറും ചേർന്ന് മേനയെ തടവറയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അവളെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. പക്ഷേ അതിനേക്കാൾ വലിയൊരു ദുർഗതി മേനയെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ അമ്മയും സഹോദരിമാരും മേനയെ സ്വീകരിക്കാൻ തയ്യാറായില്ല. പറഞ്ഞതനുസരിക്കാതെ മുഗളന്മാരുടെ സൈനിക താവളത്തിലേക്ക് പോവുകയും
അവരുടെ തടവറയിലാക്കപ്പെടുകയും ചെയ്ത മേനയെ ഇനി വീട്ടിലേക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന് അമ്മായിയമ്മയും നാത്തൂന്മാരും പറഞ്ഞു. മേനയ്ക്ക് പോകാനൊരിടമില്ലാതായി. മുഗളന്മാരുടെ തടവറയിൽ കിടന്ന മറ്റൊരു പുരുഷൻ്റെ തടവറയിൽ കിടന്ന മേനയെ അവളുടെ വീട്ടുകാരും തിരിച്ചു സ്വീകരിച്ചില്ല. ഭർത്താവിൻ്റെ വീട്ടുകാരും അവളെ പുറത്താക്കി. പോകാനൊരിടമില്ലാതെ അവൾ വീട് വിട്ടിറങ്ങി. സുൽത്താൻ്റെ ക്യാമ്പിൽ കഴിഞ്ഞതിനാൽ മേനയുടെ പരശുദ്ധിയിൽ അവളുടെ അമ്മായിയമ്മ സംശയം പ്രകടിപ്പിച്ചു. ഇത് അവളെ വളരെയധികം വേദനിപ്പിച്ചു. താൻ നിരപരാധിയും പരിശുദ്ധയുമാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവൾ പാവഗഡ് മലമുകളിലേക്ക് നടന്നു പോവുകയും അവിടെയുള്ള മഹാകാളി ദേവിയുടെ പാദങ്ങളിൽ ലയിച്ചു ചേരുകയും ചെയ്തു. ഇതാണ് മേന ഗുർജാരിയുടെ കഥ. ഈ കഥയെ അധികരിച്ച് ഒരുപാട് നാടകങ്ങളും പാട്ടുകളും ഇതിന് സിനിമ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.